ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് KLF ലാസ്റ്റ് പീരീഡ് ആയതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാട്ടോ. അങ്ങനെ ഞാനും ചങ്ങായിമാടെ പോന്നപ്പോൾ ഒരു ചെറിയ പർച്ചേസിംഗ് ഉണ്ടായി. ഹൈലൈറ്റ് മാളിൽ കയറി ചെറിയൊരു പർച്ചേസ് എടുത്തു. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് നേരെ ബീച്ചിൽ പോയപ്പോൾ ഒരാളെ കാണാണ്ടായി. ആ ആളെ തപ്പിപ്പോൾ ആളെ കാണാനില്ല. ഇന്നെങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ചുണ്ടാക്കി ആളെ കിട്ടി. ഈ ആളെ പേരാണ് നാസിയ. ഈ തള്ളന്റെ വിത്താണത്. ഏത് മൂട്? തിരമാല മൂട്. അലമ്പിന് കയ്യും കാലം വെച്ചോനെ. പിന്നെ ഇവനൊരു ബൈക്ക് ഉണ്ടായ പിന്നെ ആ ബൈക്ക് കാണാൻ മുയ്യോ സാധനം ഇവന് മാറ്റില്ല. അതുകൊണ്ട് കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ വല്ല സ്കിപ്പായി. അങ്ങനെ നേരെ വെച്ച് KLF വിളിച്ചപ്പോൾ പിന്നെ ഫുഡാണല്ലോ മെയിൻ. ഫുഡിന്റെ കൗണ്ടർക്കട് പോയേക്ക് ഞാനും പിന്നെ എല്ലാ കൊല്ലം വരുന്നോണ്ടും എന്ന് കാണുന്നോണ്ടും എനിക്ക് വല്ല പുതുമ തോന്നിയില്ല. ഇപ്പം പിന്നെ ചെറിയ കുട്ടിയാണ്ട് ഓയോട് കൈ കെട്ടിയാലും സാധനം കിട്ടോ. ഈ കാണുന്നത് ഒറിജിനൽ മുത്താറുണ്ട്. എന്തോ ഇവനെ തൊട്ടാ പിന്നെ കാട്ടാൻ വരും കേട്ടോ. ഇപ്പൊ പള്ളൊക്കെ കുത്തുണ്ട്. ഇതാട്ടോ മെയിൻ ഏരിയ. നമ്മ ചങ്ങായാണ് വ്ളോഗറെ. അവനെ കാണാൻ വന്നാണ്. അങ്ങനെ പെടുത്തിയപ്പോഴാണ് ഞാൻ വലിയ സത്യം അറിഞ്ഞത്. അരീക്കോട്ടാർ മുയ്യം എടുത്തിനുള്ളത്. ഏത് മുക്കിലും മൂലയിലും അരീക്കോട്ടാരി. KLF പരിപാടി കഴിഞ്ഞെങ്കിലും ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി, പാട്ട്. ഈ കാണുന്ന ഈ ചങ്ങായിനെ ആരെങ്കിലും ഒന്ന് കമന്റ് ആക്കിട്ടോ ആരാന്നുള്ളത്. ഇതാണ് ശരിയായ മൂട്. തന്താള വയസ്സും കുട്ടികളെ മനസ്സും. ഇവിടെ കണ്ടോ കിളി. ഇതാണ് കിളി, പച്ചക്കിളി. അങ്ങനെ നേരെ KLFന്റെ ബുക്കിന്റെ ഷോപ്പ് പോയപ്പോൾ ക്ലോസർ ആണ്. ഞാൻ ആളെ ഉള്ളിൽ കയറ്റില്ലായിരുന്നു. അവിടെ നാണം കിട്ടി. ഈ ചങ്ങനെ കൈകാലം കുറെ പിടിച്ചാൽ നോക്കി, ഒരു രക്ഷയില്ല. ഇനി കുറച്ചു നേരം KLFന്റെ ഭംഗി ആസ്വദിക്കാം. അങ്ങനെ ബ്യൂട്ടി ആസ്വദിച്ചപ്പോഴാണ് ലൈവായിട്ട് നമ്മളെ സ്കെച്ച് ചെയ്യുന്ന ഒരാളെ കണ്ടേ. ഈ കുട്ടിയാണെങ്കിൽ അങ്ങനെ ചെറിച്ചു കൊടുക്കുന്നുണ്ട്. എന്ത് നിഷ്കളങ്കതയായ മോന്ത. ഏതായാലും ഇവിടെ ഒരു വന്നല്ലേ KLFനോട് പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ അടിച്ചു. അങ്ങനെ തപ്പി പിടിച്ചൊരു ഫോട്ടോ കിട്ടി. അങ്ങനെ ഫോട്ടോ കിട്ടിയതിന്റെ പൊലിവിലാണ് ഈ ചങ്ങായി പോയിട്ടോ. അങ്ങനെ നേരെ തട്ടുകട പോയി പള്ളർച്ചി. അപ്പോൾ ഓക്കെ സുലൈ.